നമസ്കാരം. യുദ്ധം വന്നു വന്നില്ല എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളാണ് കടന്നുപോയത്. യുദ്ധത്തെക്കുറിച്ചെല്ലാം അങ്ങനെയൊക്കെ തോന്നാൻ പാടുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാം. എല്ലാം ഓരോരോ തോന്നലുകളാണല്ലോ. മുഖ്യമന്ത്രിക്ക് തോന്നാമെങ്കിൽ പിന്നെ നമുക്കെന്താ തോന്നിയാൽ? അങ്ങനെ ഇരിക്കെ ഡെമോക്രസി തുടങ്ങാം എന്നൊരു തോന്നലുമുണ്ടായി. അതുകൊണ്ട് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ. പിണറായിയുടെ യുദ്ധതന്ത്രങ്ങൾ പൊളിക്കാൻ ചോദ്യോത്തരങ്ങളുടെ പുത്തൻ പരീക്ഷണവുമായി പ്രതിപക്ഷം. കൂടുതൽ കളിച്ചാൽ താനും തിരിച്ച് ചോദ്യം ചോദിക്കുമെന്ന് മുഖ്യമന്ത്രി. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. ബാക്കിയുള്ളവനോട് തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോൾ അവന്റെ ഒടുക്കത്തോട് ഡാൻസ്. എന്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ എല്ലാ പ്ലാനുകളും പാലിക്കുന്നത്. പച്ചക്കറി പോലും കരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള പച്ചക്കറിയല്ല സാർ, കൃഷിക്കാരന്റെ കരള് കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിലല്ല നിന്നെ ഞാൻ തല്ലിക്കൊന്നനെ. സാർ, അതുണ്ടാക്കണമെങ്കിൽ ചില നടപടികളെ കുറിച്ച് ശ്രീ അൻവർ സാദത്ത് പറഞ്ഞു. നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനും ഒരു കുറവില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഗ്രഹമേതെന്ന് അന്വേഷിച്ച ചെന്നിത്തലയ്ക്കെതിരെ സർജിക്കൽ ഓപ്പറേഷനുമായി ജി സുധാകരൻ. ഇനി പിണറായിക്കെതിരെ പറഞ്ഞാൽ രാസായുധം ഉപയോഗിക്കുമെന്ന് മഹാകവി. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഏത് നരകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഓടലാവും. സാർ, സുധാകരൻ പലതും പറയും, അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മറുപടി അർഹനല്ല സാർ. സഭയിൽ മറുപടി പറയാൻ പാടില്ല. ഇയാൾ ആരാണ് സാർ സഭയിൽ മറുപടി പറയാൻ പാടില്ലെന്ന്? ഇയാളെ അംഗീകരിക്കില്ല. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. നമുക്ക് ചർച്ചകൾ തുടരാൻ നിന്റെ മാറ്റവും വരും. എനിക്ക് സമയമില്ല. സമരം തീർക്കാൻ സ്പീക്കർ വിളിച്ച യോഗം വെറും തോന്നലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയായിരിക്കുന്നത് തന്നെ ഒരു തോന്നലായി കരുതി രക്ഷിക്കണമെന്ന് പ്രതിപക്ഷം. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്താ ഇവിടെ പ്രശ്നം? ഈ സഭയിലെ 5 അംഗങ്ങൾ അവിടെ സമരത്തിലാണ്. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. 2 പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആ ശരി ശരി. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. തൊട്ടടുത്ത റൂമിലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പങ്കെടുക്കാൻ പോലെയുള്ള മര്യാദ കാണിച്ചില്ല സാർ. ചില മാധ്യമങ്ങള് ബുദ്ധി ഉപദേശിക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ജയരാജൻ ഇപ്പൊ മെച്ചപ്പെട്ട് വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പാകിസ്ഥാന് തിരിച്ചടി കൊടുത്ത് നരേന്ദ്രമോദിയുടെ പുത്തൻ ഹീറോയിസം. പേടിപ്പിച്ചു നിർത്താം എന്നല്ലാതെ യുദ്ധത്തിനിറങ്ങിയാൽ പെട്ടുപോകുമെന്നും പ്രധാനമന്ത്രി. നീ പകപോക്കാണല്ലേടാ. ചത്ത് ദഹിച്ച് തീർന്നു പോയതിനോട് പകയല്ല, അറപ്പാണ് എനിക്ക്. നിന്റെ നെഞ്ച് കീറി പൊളിച്ച് ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം. നീ പോ, നിനക്ക് ജയിക്കാനാവില്ല. ഞാൻ തിരിച്ചു പോകുന്നു. നീ പോടാ മോനെ ദിനേശ. എല്ലാം വെറും തോന്നലുകളായിരുന്നിട്ട് കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് തോന്നിത്തുടങ്ങിയത്രേ. സ്വാശ്രയ പ്രശ്നത്തിലുള്ള നിരാഹാര സമരം ലക്കും ലഗാനുമില്ലാതെ പോകുന്നത് കണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല സർക്കാരിനും അന്തക്കേടുണ്ടായിരിക്കുന്നു. എവിടെ അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയ തീർപ്പൊന്നുമില്ലെങ്കിലും ഇങ്ങനെ പോയാൽ സർക്കാരിന് ദുഷ്പേര് കൂടിക്കൂടി വരുമല്ലോ എന്ന പേടി പിണറായി വിജയനും ഉണ്ടായിരിക്കുന്നു അത്രേ. നിയമസഭയിൽ ആണെങ്കിൽ ഓരോ ദിവസവും അടിയന്തര പ്രമേയം എന്നെല്ലാം പറഞ്ഞ് അംഗങ്ങൾ എഴുന്നേൽക്കും, ബഹളം വയ്ക്കും, ഇറങ്ങിപ്പോകും. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം പുറത്തിറങ്ങാതെ സഭയിൽ തന്നെ ഇരുന്നത് കൗതുകമായി. ഉത്സവകാലത്തെ കൃഷി എന്നതായിരുന്നു വിഷയമെങ്കിലും എല്ലാ ചോദ്യങ്ങളും സ്വാശ്രയത്തിലേക്ക് വ്യാപിപ്പിച്ചു. ബെല്ലടിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ കൊണ്ടുള്ള ഈ തലവേദന എങ്ങനെ തീർക്കുമെന്ന ആശങ്കയിലായിരുന്നു മുഖ്യമന്ത്രിയും കൂട്ടുകാരും. അങ്ങനെ നമ്മുടെ ഓപ്പറേഷന്റെ 2ാം ഘട്ടവും സക്സസ്. ദൈവം എത്ര ഭയങ്കരനാ. എനിക്ക് ഹാപ്പി ആയിട്ട് പാടില്ല. ഓവറാക്കല്ലോ. വൈദ്യർ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽമ. നിന്റെ ഫാദർ സാന്ദർഭികമായിട്ടൊരു പഴഞ്ചൊല്ലി പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കഴുത. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഈ സമരത്തിന് നിലപാടെടുത്തിരിക്കുന്നത്. ഇത് ജനവികാരം, ഒരു സംശയമില്ല. കേരളത്തിലെ ജനവികാരം ഈ സർക്കാർ ആഞ്ഞടിക്കും. അഴിമതിയാണ് സത്യം പറഞ്ഞാൽ. ഈ അഴിമതിയാണ്, ഈ കോഴയാണ് ഈ വിദ്യാഭ്യാസ കച്ചവടത്തിലുള്ളത്. അതിനുള്ള ഗവൺമെന്റ് തക്കതായ താക്കീത് ഇവിടുത്തെ ജനങ്ങൾ നൽകും. അത് പ്രതിഷേധിച്ചു സാർ ഞങ്ങൾ ഈ ചോദ്യോത്തരം ബഹിഷ്കരിക്കുകയാണ് സാർ. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. കുളിക്ക് തക്ക
കത്തി കുളിക്കി തക്കത്ത കുളിക്കി തക്കത്തി കുളിക്കി തക്ക സകലക തിക്കി തക്ക തിക്കി സകലക തിക്കി തക്ക തിക്കി സകലക തിക്കി തക്ക തിക്കി സകലക തിക്കി തക്ക. ശ്രീ അൻവർ സാദത്ത് അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങ് സംസാരിച്ചു കഴിഞ്ഞില്ലേ? അങ്ങ് അവിടെ ഇരിക്കൂ. അങ്ങ് പറയാനുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞില്ലേ? ഇരിക്കൂ. ബാക്കിയുള്ളവനോട് തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോൾ അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. എന്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്റെ എല്ലാ പ്ലാനുകളും പാളിപ്പോകുന്നത്. കാര്യം നടന്നില്ല വെടിയും കൊണ്ട്. ഇതിനു മുമ്പ് എത്രയോ പേര് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നിസ്സാരമായി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ വയ്യ. അങ്ങാണ് അടുത്ത ചോദ്യം, ഉപചോദ്യം ചോദിക്കുന്നുണ്ടോ? സാർ അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്ന. അല്ല, അവരിരുന്നോളും. ഇരിക്കും. ബോസ്, ഇനി നമ്മുടെ അടുത്ത പ്ലാൻ അവനെ പൊക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഓഫ് കോഴ്സ്. അതിനായി നമ്മൾ അവന്റെ നീക്കങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കണം. ശ്രീ തിരുവഞ്ചൂർ ബൈക്ക് എനിക്കല്ല. ശ്രീ തിരുവഞ്ചൂർ ചോദിക്കട്ടെ. സാർ, ഇവിടെ യഥാർത്ഥത്തിൽ ഇതാണ് ഇതിന്റെ ശരിയായ ചിത്രം. സാർ, ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു എൻവയറമെന്റ് വേണ്ടേ? അത് പറ്റത്തക്ക വിധത്തിലുള്ള സാഹചര്യം വേണ്ടേ? സാർ, പച്ചക്കറി പോലും കരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ, എങ്ങനെ ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും? ചോദ്യം ചോദിക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരു പരിസ്ഥിതി ഇതിനകത്തുണ്ടാക്കണ്ടേ? നീ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടൂൾസും വണ്ടിയുടെ കീയും എടുത്തേക്ക്. പിന്നെ അപ്പുറത്ത് രാമചന്ദ്രന്റെ കടയിൽ പോയി ഒരു 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. എനിക്ക് ബോസ്. നിനക്കൊരു പാലും വെള്ളവും ഒരു സവാള. ഓക്കെ. കൃഷിക്കാരുടെ പച്ചക്കറി അല്ല സാർ, കൃഷിക്കാരന്റെ കരള് കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അഴിമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. അഴിമതി നടന്നിരുന്ന പച്ചക്കറി മേഖലയിലും പച്ചക്കറി ഉൽപാദന മേഖലയിലും വിതരണ മേഖലയിലും അഴിമതി ഇല്ലാതാക്കി കൃഷിക്കാരന്റെ കരള് കരിയുന്നത് മാറ്റി കൃഷിക്കാരന്റെ കരള് ഇപ്പൊ തുടിക്കുകയാണ് സാർ. ആ നിലയിലേക്ക് ആക്കിയിരിക്കുകയാണ്. പച്ചക്കറി സത്യാഗ്രഹം തമ്മിൽ ഒരു ബന്ധമില്ല സാർ. ഇവിടത്തെ ഏതെങ്കിലും ഒരു പുലിയുമായി പെട്ടെന്ന് ബന്ധപ്പെടണം. അത് നിന്റെ ജോലിയാണ്. അതങ്ങേ പള്ളി പോയി പറഞ്ഞാ മതി. കൊള്ളാവുന്ന ആര് വന്നാലും ബന്ധപ്പെടാൻ ബോസും, കണ്ണി കണ്ട പുലിയായിട്ട് ബന്ധപ്പെടാൻ ഞാനും. എന്റെ ഭാര്യ അറിഞ്ഞാൽ എന്നെ നാണക്കണമെന്നറിയാമോ? യൂസ്ലെസ്. ഈ സമയത്ത് എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിലല്ല നിന്നെ ഞാൻ തല്ലിക്കൊന്നനെ. സാർ, അതുണ്ടാക്കണമെങ്കിൽ ചില നടപടികളെ കുറിച്ച് ശ്രീ അൻവർ സാദത്ത് പറഞ്ഞു. സാർ, ആ നടപടിയെടുത്ത് ഗവൺമെന്റ് ഇത് നോർമലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കണം. അതിനുവേണ്ടി യഥാർത്ഥത്തിലുള്ള ശ്രമം ഗവൺമെന്റ് എടുക്കണം. ഇപ്പൊ തന്നെ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. പേടിപ്പിക്കാതെ ഒരു വഴി കണ്ടുപിടിക്കണ ശവമേ. പച്ചക്കറി സംഭരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. സർ, ഇവിടെ ഉത്സവ സീസൺ ആണ് സർ, ചാകരക്കാലമാണ് സർ. അത് ഈ നാട്ടിലെ കർഷകർക്കല്ല, ഇവിടുത്തെ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകൾക്കാണ് സർ. അവർക്ക് വേണ്ടി വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കണ്ട, അവിടെ ഇരിക്കൂ. അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകള് ഹൈ ജമ്പ് ചാടുമെന്നല്ലേ ശാസ്ത്രം? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ. അദ്ദേഹം ചോദിക്കട്ടെ. പേര് ഇതിൽ അച്ചടിച്ചിട്ടാണ് ഞാൻ എണീറ്റേക്കുന്നത്. നിങ്ങൾ വിളിച്ചിട്ടാണ്. ചോദിക്കൂ. നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ എണീറ്റേക്കുന്നത്. ചോദിക്കൂന്ന് സർ, ഇവിടെ കർഷകരുടെ അല്ല സർ, വിദ്യാർത്ഥികളുടെ കരള് കരിയുന്ന അന്തരീക്ഷമാണ് സാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ സംഭരിക്കുന്നത് പച്ചക്കറി അല്ല സാർ, പച്ച നോട്ടുകളാണ്. പ്രതിഷേധം പ്രകടിപ്പിച്ചു. നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനൊന്നും കുറവില്ലല്ലോ. നിനക്കറിയോ, എന്റെ ചെല്ല പേര് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ പ്ലാനിങ്ങിൽ അസൂയമൂത്ത ചിലർ എന്റെ വീട്ടുപേർ ചേർത്ത് മൂലമറ്റത്ത് പ്ലാൻ ചെയ്യുന്നു വിളിക്കാറുണ്ട്. അങ്ങനെ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കെയാണ് ചോദ്യോത്തരവേള അവസാനിച്ചത്. പതിവ് പോലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ ആവശ്യവുമായി എഴുന്നേറ്റു. 5ാമത്തെ ദിവസവും ഒരേ വിഷയം. അപ്പോഴാണ് AK ബാലൻ ഒരു പോയിന്റ് കണ്ടുപിടിച്ചത്. അത് ഓർഡറാക്കാൻ ബാലൻ മന്ത്രി എഴുന്നേറ്റ് സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട സ്പീക്കർ റൂളിംഗ് കൊടുത്തതാണ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രൂപത്തിലും ഇനി ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്നലെ നൽകിയ റൂളിംഗ് എതിരായിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രമേയം വന്നിട്ടുള്ളത്. ആ കാര്യം കൂടി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രദ്ധിക്കണം. ഇത്രയും അറിയാനുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ വിഷയത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയമായിരിക്കും. അങ്ങനെ ഒരു സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല, പറ്റുമോ? പറ്റാത്തത് എന്താണ്? ന്യായമായ ആവശ്യങ്ങൾക്ക് പറ്റണം. സോളാർ കാലത്ത് നിങ്ങളും ഇങ്ങനെയെല്ലാം ചെയ്തില്ലേ എന്ന് പ്രതിപക്ഷം തിരിച്ചു ചോദിക്കും. ബാലൻ മന്ത്രി പറഞ്ഞതിൽ കാര്യം വല്ലതുമുണ്ടോ? സാർ, സോളാർ വിഷയത്തിൽ ഡേറ്റ് ഞാൻ പറയുന്നില്ല. ഈ ബാലൻ തന്നെ 3 തവണ അടിയന്തര പ്രമേയം ഇവിടെ അതേ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സാർ, 7 തവണ. അല്ല ഒരു മിനിറ്റ്, ഞാനത് പറഞ്ഞോട്ടെ.
സോളാർ വിഷയത്തിൽ ഒരൊറ്റ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചിട്ടേ ഇല്ല ഈ കഴിഞ്ഞ സഭയിൽ. അവതരിപ്പിച്ചാലും അവതരിപ്പിച്ചില്ലേലും 7-8 തവണ അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുതിയ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സംഗതി അതാണ്. എന്താണ് എന്ന് വെച്ചാൽ ഒരേ വിഷയം തന്നെ പലത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാവണം അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സോളാർ ആണെങ്കിൽ അഴിമതി, പുറത്തു നടക്കുന്ന സമരം, സമരക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടി, ഇങ്ങനെ. സ്വാശ്രയവും സമാനം. സമരം, പോലീസ്, ഫീസ്, അങ്ങനെ പല വിധം. എന്തായാലും സ്പീക്കർക്ക് അതറിയാം. VT ബൽറാമിന് അങ്ങനെ അടിയന്തര പ്രമേയ ആവശ്യം അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുത്തു. സ്വാശ്രയം തന്നെ വിഷയം. എന്നാൽ സ്വാശ്രയ പ്രവേശനത്തിന് മാനേജ്മെന്റുകൾ തലവരിപ്പണം വാങ്ങുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ചെന്നിത്തലയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സംശയം. സംസ്ഥാനത്ത് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു. വാങ്ങിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നിട്ടും മുഖ്യമന്ത്രി എല്ലാം ക്ലീൻ ആണ് എന്ന് വിചാരിക്കുന്നത് ഏത് ഗ്രഹത്തിലിരുന്നാണ് എന്ന്. മുഖ്യമന്ത്രി പോയി പണി നോക്കാനും അവിടെ ഇരിക്കാനുമെല്ലാം പറഞ്ഞു എന്ന് വെച്ച് മുഖ്യമന്ത്രി ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാമോ? ഈ ലോകത്ത് ജീവിക്കുന്നത് പോലും ഒരു തോന്നലായി മാത്രം കരുതുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് ആ പറഞ്ഞത് G. സുധാകരന് ഇഷ്ടപ്പെട്ടില്ല. ആൾ എഴുന്നേറ്റു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് സഭ വളരെ ആദരവോടുകൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഈ കഴിഞ്ഞ 4-5 ദിവസവും അങ്ങയുടെ സാധാരണഗതികളുടെ പെരുമാറ്റം മാറ്റിവെച്ചിട്ട് സഭയിൽ മുഖ്യമന്ത്രിയെപ്പറ്റി പറയാൻ പാടില്ലാത്ത പലതും മതി. ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് ഉന്നയിക്കുകയാണ്. ഏത് ഗ്രഹത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്? സാർ, ലോകത്തെവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് സഭ പറയൂ? നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഏത് നരകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഓർഡറിലാവും. അങ്ങനെ പറയാൻ പാടില്ല. പിൻവലിക്കണം. സാർ, അത് പിൻവലിക്കണം. സ്വയം പിൻവലിക്കണം. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സാർ, സുധാകരൻ പലതും പറയും. അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മറുപടി അർഹനല്ല സാർ. സഭയിൽ മറുപടി പറയാൻ പാടില്ലെന്ന് ഇയാൾ ആരാണ് സാർ? സഭയിൽ മറുപടി പറയാൻ പാടില്ലെന്ന് ഇയാളെ അംഗീകരിക്കില്ല. ഇയാളെ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല് കേട്ടാ. സാർ, ഞാൻ അങ്ങനെ അനുവദിച്ചതാണ്. ഞാനാണ് സംസാരിക്കുന്നത്. I am on my legs. നമുക്ക് ചർച്ചകൾ തുടരാൻ നിന്റെ മാറ്റവും വരും. എനിക്ക് സമയമില്ല. അങ്ങനെ ചെന്നിത്തലയും സുധാകരനും തമ്മിൽ കാര്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. കവിയായതുകൊണ്ട് വൈകാരികമായി തന്നെയായിപ്പോയി കാര്യങ്ങൾ. ഇതെല്ലാം ഒരു തോന്നലാണോ എന്നതാണ് ആകപ്പാടെയുള്ള തോന്നൽ. എന്തായാലും നിരാഹാര സമരം പരിഹരിക്കുന്നതിന് വേണ്ടി സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിനും ചില തോന്നലുകളുണ്ടായി. അതൊരിടവേള കഴിഞ്ഞ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്താ ഇവിടെ പ്രശ്നം? ഈ സഭയിലെ 5 അംഗങ്ങൾ ഒരു യോഗവും അങ്ങ് വിളിച്ചിട്ടില്ല. യോഗത്തിന് ഏതെങ്കിലും വിവരം എന്നെ അറിയിച്ചിട്ടുമില്ല.